ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥമെടുത്ത് പരിശോധിക്കൂ. ലോകത്തെ ഏതെങ്കിലും സമൂഹത്തിൽ ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ, ഒരു സർവലൗകിക ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്ന ഒരു മെസ്സഞ്ചറെ ലോകത്ത് കാണുക സാധ്യമല്ല. എന്നാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന. സർവ്വലോകത്തിനും പ്രവാചകനാണ് മുഹമ്മദ് നബി. അങ്ങനെ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് ബശീറൻ വനദീറ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. സബഅ സൂറത്തിന്റെ 28ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, സമയം വളരെ പരിമിതമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ കുറിച്ചാണ് നാം പറഞ്ഞത്. എല്ലാ മനുഷ്യരെയും മുസ്ലിംകളായിട്ടാണ് അല്ലാഹു ഈ ഭൂമിയിലേക്ക് സംവിധാനിച്ചത്. ഒരു തരം വിധേയത്വ ഇസ്ലാമിയത്ത് നേരത്തെ നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. എല്ലാ കുഞ്ഞുങ്ങളും ഇസ്ലാമിയത്തിൽ ജനിക്കുന്നു എന്നാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അവൻ നശിച്ചു പോയതാണ്. ഗോത്രങ്ങളും സമൂഹങ്ങളും പ്രദേശങ്ങളും ഒക്കെ അങ്ങനെയാ. എല്ലാ മനുഷ്യരും ഒരു കുടുംബമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ഖബീല. ഇതാണ് വിശുദ്ധ ഖുർആന്റെ സംഹിത. ദൈവം ഒന്നാണ്, ദൈവം ഒന്നാണ്. വളരെ പ്രധാനമായി നാം ചിന്തിക്കണം. മനുഷ്യൻ ഒരു കുടുംബമാണ്. കനന്നാസു ഉമ്മതൻ വാഹിദ. വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ല. വെളുത്തവനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ എന്ന അബിസീനിയക്കാരനെ വിളിച്ചിരുന്നത് യാ സയ്യിദി യാ ബിലാൽ എന്നായിരുന്നു. യാ സയ്യിദി യാ ബിലാൽ, നേതാവേ ബിലാലെ എന്നായിരുന്നു അബിസീനിയക്കാരനായ കറുത്ത അടിമയായ കാപ്പിരിയെ ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ മഹാനായ ഭരണാധികാരി സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്നതായി വിശുദ്ധമായ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യാ സയ്യിദി യാ ബിലാൽ എന്നാണ്, യാ സയ്യിദി യാ ബിലാൽ എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്നത്. ഇസ്ലാമിൽ വെളുത്തവനില്ല, കറുത്തവനില്ല, അറബിയും അനറബിയും എന്ന വ്യത്യാസമില്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനവും. അല്ലാഹു ഒന്ന്, മനുഷ്യൻ ഒരു കുടുംബവും. അത് തിരിഞ്ഞു നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന, അവരെല്ലാവരും തിരിയാൻ ബാധ്യസ്ഥരായ കാര്യവും ഒന്ന് തന്നെ. അവർ നാളെ എത്തിച്ചേരേണ്ടതും ഈ ആശയത്തിലെല്ലാം ഒന്ന് ചേർന്നാൽ അവർ എത്തിച്ചേരേണ്ട സ്ഥാനവും സ്വർഗം എന്ന ഒരു കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരി ഹദീസും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കാലഘട്ടങ്ങളിൽ ഇതിന് വിരുദ്ധമായി ഇന്ന് നമ്മൾ കാണുന്ന മതങ്ങൾ, ആ മതങ്ങളെ കുറിച്ച് ഒരൽപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മതങ്ങൾ, ഈ മതങ്ങൾ ഒരു പക്ഷേ രണ്ടു കാര്യങ്ങളാണ് ഈ മതങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ഏകദേശം മതപ്രബോധകന്മാരുടെ സത്യത്തിന്റെ മിത്തുകളിൽ നിന്ന് അല്പത്തെ എടുക്കുകയും പിന്നീട്, വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? വളരെ നിങ്ങൾ ചിന്തിക്കണം, ഇത് പഠിക്കണം. ഇനിയാണ് നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ നിങ്ങൾ അടിസ്ഥാനം മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, വളരെ മനസ്സിലാക്കണം. എൻ്റെ മതങ്ങളിൽ സത്യങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോ അതൊരു ഫാഷനാണ്. ഇന്നിപ്പോ നമ്മുടെ ചില ഇമ്മണി വലിയ പ്രസംഗകർക്കൊക്കെ ഉള്ള ഒരു അങ്ങനെ കൂടുതൽ കയ്യടി വാങ്ങുന്ന പ്രസംഗങ്ങളവരൊക്കെ മതങ്ങളിലെല്ലാം സത്യങ്ങളുണ്ട് എന്ന് പറയുന്നവരാ. മതങ്ങളിൽ സത്യങ്ങൾ ഉണ്ടാകുമല്ലോ, മതങ്ങളിൽ സത്യങ്ങൾ ഉണ്ടാകുന്നതിന് എതിരുമില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ മതങ്ങളൊക്കെ ഉത്ഭൂതമായിട്ടുള്ളത് പ്രവാചക സത്യങ്ങളുടെ ചില അല്പം മിത്തുകളെ എടുക്കുകയും പിന്നെ മാനുഷികമായ ചില ദൗർബല്യങ്ങളെ അതിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അതുകൊണ്ടാണ് ആദം എന്ന രീതി ബൈബിളിലുമുള്ളത്, ഖുർആനിലുമുള്ളത്. ഒരുപക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ബൗദ്ധ സത്യത്തിലുണ്ടാകാം, ജൈന സത്യത്തിലുണ്ടാകാം, ജൈന സംഹിതയിലുണ്ടാകാം. എന്തുകൊണ്ട് എല്ലാ തലമുറകളിലും എല്ലാ ജനതകളിലും മനുഷ്യഗന്ധമുള്ള എല്ലാ ഗോത്രങ്ങളിലും ഞാൻ അതാതു കാലഘട്ടങ്ങളിൽ അങ്ങേക്ക് മുമ്പ് പ്രവാചകരെ അയച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രവാചകന്മാർ പോയതിനു ശേഷം ഒരു പക്ഷേ ഈ സന്ദേശത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നിയ ജനവിഭാഗം ഒന്നിരിക്കൽ അവരെന്ത് ചെയ്തു? അതിന്റെ അടിസ്ഥാനപരമായ ചില മിത്തുകളെ എടുക്കുകയും ആ മിത്തുകളിലേക്ക് സ്വന്തം വാദഗതികൾ
കടത്തിക്കൂട്ടുകയും ചെയ്തു. അങ്ങനെ അവർ ഒന്ന് പരിഷ്കരിച്ചു. പരിഷ്കരിക്കലാകട്ടെ ദൈവികമായ സത്യങ്ങളെ നശിപ്പിക്കുകയാണ് അതിന്റെ ഫലം. വളരെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയാണ് ദൈവികമായ സത്യങ്ങളെ അവർ അവരുടേതായ തിന്മ കൊണ്ടാ പരിഷ്കരിച്ചത്. നിങ്ങൾ ചിന്തിക്കണം. നല്ല തേനൊഴിച്ചു വെക്കാവുന്ന കുപ്പി മൂത്രം കൊണ്ട് അങ്ങോട്ട് കഴുകി ഇതുണ്ടായത്. ഒഴിച്ചു വെക്കേണ്ടത് തേനാണ്. അതുകൊണ്ട് ശുദ്ധി കുപ്പിയിൽ ഒരല്പം വൃത്തികേട് പോലെ തോന്നി. അപ്പൊ കുപ്പി ഒന്ന് വൃത്തികേട് ഒന്ന് ശുദ്ധിയാക്കി. പക്ഷെ കുപ്പിയെ ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മൂത്രായിരുന്നു. ഇത് മൂത്രാണ് എന്നത് ശുദ്ധീകരിച്ചവൻ മനസ്സിലാക്കിയതുമില്ല. കാരണം ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനനാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായി ഈ മതങ്ങളുടെയൊക്കെ ഒരു നിലക്ക് അടിസ്ഥാനം ഈ ദൈവികമായ സത്യങ്ങൾ തന്നെയാവാം. പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയല്ല. എന്തുകൊണ്ട്? ഒരു നില മനുഷ്യർ അവരുടേതായ കൈകടത്തലുകൾ അതിൽ നടത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്വാഭാവികമായും അത് നടക്കും. അത് നടക്കുക എന്നത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് മനുഷ്യൻ ചോദ്യം ചെയ്യുക പോലുമില്ല. വൈരുദ്ധ്യത കണ്ടാൽ പോലും ചോദ്യം ചെയ്യില്ല. മതം കണ്ണിന്റെ മുന്നിൽ കണ്ടാൽ പോലും ചോദ്യം ചെയ്യാതെ വൃത്തികേട് അംഗീകരിക്കുന്ന സ്വഭാവം സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രവാചകന്മാരുടെ മരണശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനത്തെ അബദ്ധങ്ങൾ അതിൽ കയറ്റിക്കൂട്ടുക സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം പറയാം. കേരള ചരിത്രത്തിൽ മദ്യവർജനത്തെ കുറിച്ച് മനുഷ്യൻ കള്ളുപയോഗിക്കാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ശ്രീനാരായണ ഗുരുവാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് നിലവിൽ വന്ന കമ്മ്യൂണിറ്റി ആണല്ലോ സത്യത്തില് SNDP. SNDPയുടെ ജനറൽ സെക്രട്ടറി ആരാ? കേരളങ്ങളുടെ ഏറ്റവും വലിയ അബ്കാരി. നിങ്ങൾ മനസ്സിലാക്കണില്ല ഈ കാര്യം. അത് കണ്ണിന്റെ മുന്നിൽ ബോധ്യപ്പെട്ട എന്ന ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ? എനിക്ക് ഈ കാലം വരെ പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ്. എന്റെ ജീവിതത്തിൽ എനിക്കിതിനൊരു വ്യാഖ്യാനം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഗുരുവിന്റെ സത്യങ്ങളായി സുരേന്ദ്രൻ ഗുരു എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സുരേന്ദ്രൻ എഴുതിയാലും ഇനി എഴുതിയാലും നമ്മുടെ ചരിത്രം കണ്ട കേരള ചരിത്രം കണ്ടതിൽ, വർത്തമാന കേരള ചരിത്രം കണ്ടതിൽ മദ്യവർജനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാതോരാതെ പ്രസംഗിച്ച മനുഷ്യന്റെ പേരിൽ കെട്ടിപ്പൊക്കപ്പെട്ട യൂണിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായി ഇന്ന് കാറിൽ കൊടിവെച്ച് വിലസുന്നത് അഥവാ SNDPക്കാരുടെ കരയോഗങ്ങൾ നടത്തുന്ന ആ SNDPയുടെ സ്ഥാപനങ്ങളിൽ അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുവിന്റെ പ്രതിമക്ക് പൊതിഞ്ഞിട്ടുള്ളത് ഒരു മഞ്ഞ വസ്ത്രമാണ്. അതേ മഞ്ഞ വസ്ത്രം കാറിൽ കൊടിയാക്കി കേരളത്തിൽ അങ്ങോട്ടങ്ങോളം വിലസുന്ന ആള് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അബുക്കാരിയാണ്. ഇത് വർത്തമാന സമൂഹം വരെ ചോദ്യം ചെയ്യണില്ല. എങ്കിൽ പിന്നെ പ്രവാചകന്മാർ മരിച്ചതിന് ശേഷം വെള്ളാപ്പള്ളി നടേശനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ 1000 കൊല്ലത്തിന് വ്യത്യാസമുണ്ട്. രണ്ടാളെ കഥയെ അറിയില്ല. ഇനി ഒരു മൂന്നാമത്തെ ജനറേഷൻ വന്നിട്ട് രണ്ടാളെയും ദൈവങ്ങളാക്കി എങ്കിൽ അതിന്റെ സ്വാഭാവികത മനസ്സിലാക്കാവുന്നതാണ്. ഇവർക്ക് വേണ്ടത്ര ഇവർ തമ്മിൽ സത്യത്തിൽ ഗുരുവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഗുരു സംഹിതയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഗുരു സംഹിതയുടെ ഏറ്റവും വലിയ ശത്രുവാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു 200 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാർക്ക് അറിയാത്തതുകൊണ്ട് രണ്ടാളെ ഒരു ചരടിൽ കെട്ടിയെങ്കിൽ അവരുടെ ദൗർബല്യത്തെ നമ്മൾ മനസ്സിലാക്കാവുന്നതാണ്. ചരിത്രത്തിന്റെ ദൗർലഭ്യത കൊണ്ടാകും അവരങ്ങനെ ചെയ്തത്. എന്നാൽ അങ്ങനെ അല്ല. ഗുരുവിന്റെ മദ്യവർജന പ്രവർത്തനങ്ങളെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും അതേക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്ത അതേ മൂമെന്റിൽ ആ വർത്തമാന ചരിത്രം മരിച്ചിട്ടില്ലാത്ത അതേ സൊസൈറ്റി തന്നെയാണ് സത്യത്തിന് ഏറ്റവും വലിയ കാര്യ കൊണ്ടുപോയി അതിൽ അവരോധിച്ചിട്ടുള്ളത് എന്നത് വൈരുദ്ധ്യത. ചരിത്രത്തിലെ ഒരേ മൂമെന്റിലുള്ള വൈരുദ്ധ്യത. ഇതൊന്നും ആരോട്ട് ചോദ്യം ചെയ്യണില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മനുഷ്യന് തീരെ ഉപയോഗമില്ലാത്ത സാധനം ബുദ്ധിയായിരിക്കും എന്നാണ്. തീരെ ഉപയോഗമില്ലാത്ത സാധനം അതാ. മനുഷ്യനിപ്പോ ബുദ്ധി ഉപയോഗിക്കുന്നത് അവൻ എങ്ങനെ ലാഭം നേടും എന്ന കാര്യത്തിൽ മാത്രമാകുന്നു. സനാതന ധർമ്മങ്ങളെയും സത്യങ്ങളെയും ചിന്തിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രവാചക സത്യത്തിന്റെ മിത്തുകൾ അടർത്തിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് മാനുഷികമായ ചില ചേരുവകൾ അതിൽ കൂട്ടിയിട്ടുണ്ടാവും. അതിന് കാരണം ബഹയം ബൈനഹും എന്ന് ഖുർആന്റെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. മനുഷ്യർ ഭിന്നിക്കാൻ കാരണം അവർക്കിടയിലുള്ള വിദ്വേഷാണ്. ഒരു പക്ഷേ പൗലോസ് ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടാവും. ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന് ഏറ്റവും വലിയ ശത്രുവായിരുന്നു
പൗലോസ്. എന്നാൽ ഈ പൗലോസ് പിന്നീട് ചെയ്തത് എന്താ? പൗലോസ് ക്രിസ്തീയ സമൂഹത്തിലെ പുണ്യവാളനായി ചമഞ്ഞു. ഒരു കാലത്തെ ഏറ്റവും വലിയ ആന്റിയാണ് പിന്നീട് ഏറ്റവും വലിയ സമുദ്ധാരകനായി രംഗത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രവാചകന്മാരുടെ മരണശേഷം അവരുടെ അല്ലെങ്കിൽ അവർ തിരോഭവിച്ചതിന് ശേഷം അവരുടെ സൊസൈറ്റിയിൽ ശത്രുക്കളായി നിന്നവർ തന്നെ ഒരു നിലക്ക് അവരെ കൂടെ നിന്നിട്ട് അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. തനിക്കാക്കിയിട്ട് വടക്കാക്ക എന്നൊരു സമ്പ്രദായമുണ്ട്. അതും ഈ മതത്തിന്റെ മിത്തുകളിൽ കയറി കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മനുഷ്യന്റെ ഐഹിക സുഖ താല്പര്യം തന്നെ. ഒരിക്കൽ എന്തുണ്ടായിന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു ജൂതനായ ആണിനെയും പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് സനയ, രണ്ടാളും വ്യഭിചരിച്ചിരിക്കുന്നു. മദീനയിലെ വലിയ ആളാണല്ലോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് ജൂതന്മാർക്കും ഒരു സമ്മതനാണ്, ഒരു കാര്യം മാന്യമായി പറയുന്ന ഒരാളാന്ന് നിലക്ക് അവർക്കും സമ്മതനാണ്. നേരെ ഈ ആണിനെയും പെണ്ണിനെയും കയ്യോടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവർ രണ്ടാളും വ്യഭിചരിച്ചിട്ടുണ്ട്, പരിഹാരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ മുസ്ലിംകളാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്റെ മതം നിങ്ങളെ മേൽ ഞാൻ വടിച്ചേൽപ്പിക്കാൻ പാടില്ല. തൗറാത്ത് കൊണ്ട് വിധി കൽപ്പിക്കട്ടെ, നിങ്ങളുടെ പണ്ഡിതൻ തന്നെ വിധി കൽപ്പിക്കട്ടെ, ഞാനതിന് സാക്ഷിയാകാം, അവരെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അവ പണ്ഡിതനെ കൊണ്ടുവന്നു, ഇതിന് വിധി കൽപ്പിക്കുന്ന. അപ്പോൾ പറഞ്ഞു, അതിൽ അത്ര വിധി കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവരെ ഗുണദോഷിക്കാറാണുള്ളത് എന്ന് ഈ പണ്ഡിതൻ നബിയോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹഖദാ മക്തൂബുൻ ഫി തൗറാത്ത്, ഇങ്ങനെ തന്നെയാണോ തൗറാത്തിൽ എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ എഴുതപ്പെട്ടത്. എന്നാ തൗറാത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. തൗറാത്ത് കൊണ്ട് വായിക്കുക. തൗറാത്ത് വായിച്ചു. തൗറാത്ത് വായിച്ച് ഇങ്ങനെ വന്നിട്ട് വ്യഭിചരിക്കുന്ന ആളുകളെ എറിഞ്ഞ് കൊല്ലണം എന്നുള്ളിടത്തെത്തിയപ്പോൾ അയാൾ ആ വരിയിൽ അയാളുടെ വിരലം കൊണ്ട് വെച്ചു. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതിന്റെ മേലെ അയാളുടെ വിരലം കൊണ്ട് വെച്ച് വായിച്ചു. റസൂലുള്ളാഹിക്ക് കാര്യം മനസ്സിലായി. കൈയെടുക്കുക, ഇനി വായിക്കുന്ന കൈയെടുത്തിട്ട് വായിച്ചു. കാര്യം ഓക്കെ. വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന നിയമമാണ് അന്ന്. ഇന്നത്തെ തോറയുടെ കാര്യമല്ല, അന്നത്തെ തൗറാത്ത്. അപ്പൊ കാലോചിതമായി. അപ്പോൾ അതിനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, അന്ന് തൗറാത്തിന്റെ രേഖ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ മാറ്റണം എന്ന താല്പര്യം അന്നത്തെ ജൂത ജനറേഷന് ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ, അവരുടെ പുരോഹിതന്മാർ ആ കാര്യത്തിൽ വലിയ തൽപരരുമായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ആ നിയമം അവർ മാറ്റിത്തിരുത്തുകയും ചെയ്തു. അപ്പൊ ചുരുക്കത്തിൽ ഈ സത്യത്തിന്റെ മിത്തുകൾ, എല്ലാ മതങ്ങളിലും സത്യങ്ങളുണ്ട്. അതൊരു ഇമ്മണി വലിയ പ്രസംഗകന്മാർ ഇപ്പൊ ഒരു രീതിയാക്കിയതാ. സത്യത്തിൽ ആ പ്രസംഗം തന്നെ കുഫ്ർ സംഭവിക്കാൻ കാരണമാകും, ആഖിബത്ത് നാശമാകാൻ കാരണമാകും എന്ന് അന്യ സമുദായങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി മതത്തിന്റെ പരിധി ലംഘിക്കുന്ന ഇമ്മണി വലിയ പ്രസംഗകരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നു എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജനങ്ങളെ കയ്യടിയല്ല ഇസ്ലാം മതം. ജനങ്ങളെ കയ്യടിയും ജനങ്ങളെ വോട്ടും വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നിയത് വിളിച്ചു പറയലല്ല ഇസ്ലാം മതം. അതിൻ്റെതായ ചട്ടക്കൂടുണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആരെ പറ്റിയാണ് ഇപ്പൊ മൗലവി പറയുന്നത് എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ ആരെ പറ്റി ചിന്തിച്ചാലും അയാളെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല, ആരാണെങ്കിലും ഇസ്ലാമിന് അതിൻ്റെതായ നിയമമുണ്ട്. മറ്റുള്ളവരുടെ കയ്യടിയല്ല വിഷയം. ഒരു കൊല്ലം ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തിനും ഒരു കൊല്ലം നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനും ആരാധിക്കൂ എന്നിട്ട് 2 വർഷവുമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഏറ്റവും നല്ല കാലഘട്ടം, ഏറ്റവും കൂടുതൽ മക്കയിൽ നേട്ടമുള്ള കാലഘട്ടത്തിൽ ആ ദൈവത്തെ നമുക്ക് ഫോളോ ചെയ്യാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു വേള മുഹമ്മദ് നബിക്ക് അത് അംഗീകരിക്കാമായിരുന്നു. കഷ്ടപ്പെട്ട ഷിർക്കിന് സൗകര്യം ചെയ്തു കൊടുത്താൽ എന്ത് മതി? ഒരു കൊല്ലം, അടുത്ത കൊല്ലം മുമ്പിൽ തന്റെ അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ ഞാനും ഇവരും തമ്മിൽ ചെറിയ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, ഒരു കൊല്ലം നീ അത് കണക്കാക്കരുത്, പിന്നെ പടച്ചോൻ നീയാണല്ലോ, അതുകൊണ്ട് നീ ഈ കൊല്ലം കുറച്ച് ഉപദ്രവമുണ്ടാക്കാം മക്കയില്, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ആ കൊല്ലത്തോടു കൂടെ നല്ല ഉഷാറുള്ള ഒരു മക്ക, നല്ല അനുഗ്രഹങ്ങളുള്ള മക്ക ഉണ്ടാക്കിയാൽ ഇനി വലിയ യുദ്ധമൊന്നുമില്ലാതെ ഈ ഭൂമി ഇസ്ലാമിയത്തിന് വഴിപ്പെട്ടു പോകും, വലിയ കഷ്ടപ്പാടൊന്നും പെടാപ്പാടൊന്നും വേണ്ട എന്ന് പറയാമായിരുന്നല്ലോ മുഹമ്മദ് നബിക്ക്. എന്നാ ഖുർആൻ പറഞ്ഞത് ഒന്നും മിണ്ടാതിരുന്നു. ഇവര് വന്നിട്ട് ചോദിച്ചപ്പോ നമുക്കൊന്ന് അഡ്ജസ്റ്റിൽ പോയിക്കൂടെ, ഒരു അലയൻസ് അങ്ങനെ പോയിക്കൂടെ, തൽക്കാലം ഒരു തൽക്കാലം അഡ്ജസ്റ്റ്, 2 കൊല്ലം ക്ഷമിച്ചാൽ മതി, ഒരു കൊല്ലം ഞങ്ങൾ, ഒരു കൊല്ലം നിങ്ങളും ക്ഷമിച്ചാൽ മതി. അതിനിറങ്ങിയ സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ.
ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതിന്റെ പേരിൽ എന്ത് ടെററിസവും എന്ത് ഫണ്ടമെന്റലിസവും അവരോധിക്കപ്പെട്ടാലും അതിനേക്കാൾ നല്ലൊരു മുസൽമാന് മരണമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്, സത്യത്തിന്റെ മിത്തുകൾ ഉണ്ടായാൽ പോരാ. ഏത് കള്ളനും ഇടക്കിടക്കൊക്കെ സത്യങ്ങൾ പറയും. ഒരാൾ കളവെന്നെ പറയില്ല. കളവ് പറഞ്ഞ ഒരാൾക്കോട്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല. ഒരാൾ പറയുന്ന മുഴുവൻ കളവായ പിടിച്ചിരിക്കാൻ കഴിയും. അയാൾ ഇടക്കിടക്ക് സത്യങ്ങൾ പറയും. സത്യങ്ങൾ പറഞ്ഞാലേ അയാൾക്ക് കളവ് പറയാൻ കഴിയും. പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ട് വിഭാഗവും പ്രസംഗിച്ചാലും പൊതുജനം കേട്ടു നിൽക്കുന്നവർക്കൊക്കെ ഇത് രണ്ടും സത്യമാണെന്ന് തോന്നും. എന്നാൽ വിരുദ്ധാശയങ്ങളാവും രണ്ട് വിഭാഗവും പറഞ്ഞിട്ടുണ്ടാവുക. പ്രത്യക്ഷത്തിലൊക്കെ സത്യങ്ങൾ ഉണ്ടാവും, എന്നാൽ ജോയിൻസിലായിരിക്കും കളവ് കയറ്റിട്ടുണ്ടാവുക. ഇത് ഈ പൊതുജനത്തെ അറിയുകയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ആ വിഷയം. മതങ്ങളിൽ സത്യം ഉണ്ടായാൽ മാത്രം പോരാ, അടിസ്ഥാനപരമായ സത്യങ്ങൾ ഉണ്ടായാൽ പോരാ, അത് സത്യമാകണം, അത് സത്യമായി തീരണം. സത്യം ഉണ്ടായാൽ പോരാ, സത്യത്തിന്റെ വിത്തുകൾ ഉണ്ടാകാൻ കാരണം പ്രവാചകന്മാരെല്ലാ ജനറേഷനിലും വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അസ്ലിം വിത്തുകൾ എടുത്തു കൊണ്ടുവന്ന് പിന്നീട് അവരുടെ മാനുഷിക താല്പര്യങ്ങൾ കൂട്ടിക്കുഴക്കുന്ന ഒരു സംവിധാനം പിൽക്കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അതുതന്നെയാണ് ഇന്ന് ലോകത്ത് കാണുന്ന മതങ്ങളും മതഗ്രന്ഥങ്ങളും എന്ന് ഒരു നിഷ്പക്ഷാന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണിക്കാം. എല്ലാവരും ഞാൻ നീട്ടുന്നില്ല. ഒന്ന്, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമൂഹമാണല്ലോ, ഒന്ന് ജൂതമതവും ഒന്ന് ക്രിസ്തു മതവും. സത്യവേദ പുസ്തകം എന്ന പേരിൽ ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന തോറയും ഇഞ്ചിയിലും അടങ്ങുന്ന ഗ്രന്ഥം സത്യവേദ പുസ്തകം എന്ന് രണ്ടിന്റെയും കൂടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്, ഖുർആന്റെ പുറത്ത് ഇങ്ങനെ ഒരു വാക്കില്ലല്ലോ, സത്യവേദ പുസ്തകം എന്ന് ഖുർആന്റെ പുറത്തില്ല. ഞാൻ ഒരു ആക്ഷേപം പറയാന്ന് വിചാരിക്കരുത്. എന്നാലും ഇപ്പോൾ പകലാണ്, ഇപ്പൊ ഉച്ചയായിരിക്കുന്നു എന്നതൊരു സത്യമാണല്ലോ. അതിപ്പോ വിളിച്ചു പറയുന്ന കാര്യത്തില് ആരുടെയെങ്കിലും ഒക്കെ ഒരു അനിഷ്ടമായി തോന്നുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങാടി പോയി ബൈബിള് വാങ്ങി. തോറയും പുതിയ നിയമം പഴയ നിയമം കൂടിയ ബൈബിള് വാങ്ങി. ബൈബിളിൽ പൊന്നിന്റെ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല മനോഹരമായ വർണ്ണാഭമായ സ്വർണ്ണക്കളിൽ എഴുതി വെച്ചിട്ടുണ്ട് സത്യവേദ പുസ്തകം. എന്റെ മനസ്സ് വേഗം പോയത് ഖുർആനിലേക്കാ. ഏതെങ്കിലും ഖുർആന്റെ ചട്ടന്റെ പുറത്ത് സത്യവേദ പുസ്തകം എന്ന് എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ എഴുതി വെച്ച് എന്തുകൊണ്ട് മരണിയുടെ പുറത്ത് പഞ്ചസാര എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും വല്ല സംശയം തോന്നിയാൽ ഇൽമുത്തജ്രിബ കൊണ്ട് കാര്യം മനസ്സിലാക്കും. മൂടി ഒന്ന് തുറക്കുക, വേഗം. പുറം കണ്ട് പോകേണ്ടവരല്ലല്ലോ, ഇത് മതഗ്രന്ഥല്ലേ, ഒന്ന് വായിലിട്ട് നോക്കിയാൽ ഓക്കെ. നേരെ മറിച്ച് ഉപ്പിന്റെ ഭരണിയെ പഞ്ചസാരയാക്കുമ്പോൾ മാത്രമേ പഞ്ചസാര എഴുതി വെക്കേണ്ടി വരികയുള്ളൂ. അങ്ങനെയാണ്. നേരെ മറിച്ച് ഉപ്പിന്റെ ഭരണിയെ പഞ്ചസാരയാക്കുകയാണ് എങ്കിൽ പുറം പൂച്ചനെങ്കിലും പഞ്ചസാര എഴുതി വെക്കേണ്ടി വരും. ആരും ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് ആധുനിക ബൈബിൾ തരം താഴ്ന്നു പോയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അന്വേഷകന്റെ ലാളിത്യം മാത്രമാണുള്ളത്. ഒരു മത ഫണ്ടമെന്റലിസ്റ്റിന്റെ വിദ്വേഷമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം മാത്രം, ഒരു മനുഷ്യൻ എങ്ങനെ ഇത് ചിന്തിക്കുന്നു. എന്നാലാകട്ടെ ഈ മത നേതാക്കന്മാരുള്ള വിദ്വേഷമല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വിദ്വേഷത്തിന് ചാൻസ് ഇല്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബിയുടെ മാതാവിന്റെ പേര് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈസ നബിയുടെ മാതാവിന്റെ പേരിൽ വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ നൽകി. സൂറത്തു മറിയം. സൂറത്തു മറിയം നിങ്ങൾ ചിന്തിക്കുക. ഖുർആൻ പറഞ്ഞു, ആല ഇമ്രാൻ 59. ഈസയുടെ ഉദാഹരണം, ഈസ ആദമിനെ പോലെയാണ്. ആദമിനും ബാപ്പയില്ല, ഈസക്കും ബാപ്പയില്ല. വിശുദ്ധ ഖുർആൻ. ആദിമ പിതാവിനോട് വിശുദ്ധ ഖുർആൻ ഉപമിച്ചു ഈ മനുഷ്യനെ അലൈഹിസ്സലാത്തു വസ്സലാം. നോക്കൂ, മുസ്ലിമീങ്ങൾ ഇനി കാത്തിരിക്കുന്ന മനുഷ്യനും ഈസ നബിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ യൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശദഖി ദിമശ്ഖ്, കിഴക്കൻ ഡമസ്കസിലെ വെള്ള മുനാരത്തിന്റെ അരികിൽ ഈസ നബി ഇറങ്ങി വരുമെന്ന് ആളുകൾ നോക്കി നിൽക്കവേ, കിഴക്കൻ ഡമസ്കസിലെ വെള്ള മുനാരത്തിന്റെ അരികിൽ ഈസ
ഈസ നബി ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തല താഴ്ത്തിയാൽ ഖതറ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് മുത്തുമണികൾ പോലെ വിയർപ്പ് ഉറ്റി വീഴുമെന്ന് മുഹമ്മദ് നബി. അദ്ദേഹം തല ഉയർത്തിയാലോ അദ്ദേഹത്തിൽ നിന്ന് മനോഹരമായി ശരീരം മുഴുവനും വിയർപ്പിങ്ങനെ ഒലിച്ചിറങ്ങുമെന്ന് മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ നെറ്റിത്തടം, മൂക്ക് ഒക്കെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ദേഷ്യത്തിന്റെ ഭാഗമല്ല, ഇതൊക്കെ അംഗീകാരത്തിന്റെ ഭാഗമാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഇന്നത്തെ ആധുനിക ബൈബിൾ, തോറയും ബൈബിളും പുതിയ നിയമവും പഴയ നിയമവും, അഥവാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പഴയ നിയമവും പിന്നീട് വന്ന പുതിയ നിയമത്തെയും ഈസ നബിയുടെ പുതിയ നിയമത്തെയും ആന്തരസത്തയായി കൊണ്ടുവരുന്ന, ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്ന ആധുനിക ബൈബിൾ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. കേവലം ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് തന്നെ വായ്ത്താരികൾ ഇത് പറയുന്നത്. ഒരു വേദഗ്രന്ഥം എന്ന് പറയുന്ന സത്യത്തിൽ ഒരു സൊസൈറ്റിയുടെ ജീവിതത്തിന്റെ പിമ്പല. ഇത് ഷേക്സ്പിയറുടെ ഒഥല്ലോ ആയിരുന്നെങ്കിലോ, ജൂലിയസ് സീസർ ആയിരുന്നെങ്കിലോ സത്യത്തിൽ, അല്ലെങ്കിൽ ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഗബ്രിയൽ മാർക്കോസിന്റെ ഒരു പുസ്തകമായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ജെനെ മോപ്പസാങ്ങിന്റെ വേറൊരു പുസ്തകമായിരുന്നുവെങ്കിലോ, ഇതൊക്കെ ആയിരുന്നെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. ദസ്തേവ്സ്കിയുടെ കരമസോ സഹോദരന്മാർ, ഇതൊക്കെയാണെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. എന്തുകൊണ്ട്? അത് നോവലാണ്, അതിലങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഇത് നോവലല്ല, ഇതൊരു ഗ്രന്ഥമാണ്, ഇതൊരു സമൂഹത്തിന്റെ ജീവിതാവിഷ്കാരമാണ്. ആധുനിക തോറയെ കുറിച്ചാണ്, ആധുനിക തൗറാത്ത് എന്ന് പറയുന്ന തോറയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി പുതിയ നിയമത്തിന്റെ കാര്യം എന്താ? പുതിയ നിയമം, ഇന്ന് നാം കാണുന്ന പുതിയ നിയമം മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷകന്മാർ വഴി ഉണ്ടായതാണ്. ഈ സുവിശേഷകന്മാർ അപ്പോസ്റ്റൽസിൽ പെടുന്നവരാണെന്ന് പറയുന്ന ഒരു കണിശമായ രേഖ ക്രിസ്ത്യാനിയുടെ കൈവശം ഇല്ല. അങ്ങനത്തെ രേഖയില്ല. മത്തായി സുവിശേഷം എഴുതിയ മത്തായി, ഇത് ഏതായിരുന്നു ഈ മത്തായിയുടെ അസ്ല എന്താണ്? ഇയാൾ അപ്പോസ്റ്റൽസ് ആയത് എങ്ങനെ അപ്പോസ്റ്റൽസിൽ കൂട്ടത്തിൽ അയാൾ ഉണ്ടോ? ആയിരുന്നുവെങ്കിൽ എങ്ങനെ എന്ന് പറയുന്ന കണിശമായ ഒരു ശൈലി, അങ്ങനത്തെ രീതി സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ കൈവശം ഇല്ല. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. മാർക്കോസിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പോസ്റ്റൽസിനെ എണ്ണുന്നിടത്ത് മാർക്കോസ് എന്ന ഒരു പേര് പോലും സത്യത്തിൽ അപ്പോസ്റ്റൽ കാണില്ല. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മാർക്കോസ് എന്നൊരു പേര് പോലും നമ്മൾ കാണുന്നില്ല. ലൂക്കോസ് സുവിശേഷത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാ: ആദ്യം മുതൽ കണ്ട സാക്ഷികളും, ഞാനതിൽ പെടില്ല, സഭാശുശ്രൂഷകരും നമ്മെ ഭരമേൽപ്പിച്ചതു പ്രകാരം നമുക്കിടയിൽ പൂർണ്ണമായി പ്രയോഗിച്ചു വരുന്ന കാര്യങ്ങൾ. അതായത് അന്ന് ഈ സുവിശേഷം എഴുതുന്ന കാര്യത്തെ വായ്ത്താരിയായി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു വന്ന ചില വിഷയങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തന്നെയാ ലൂക്കോസ് സുവിശേഷം തുടങ്ങുക. ആദ്യം മുതൽ കണ്ട സാക്ഷികളും സഭാശുശ്രൂഷകരും നമ്മെ ഭരമേൽപ്പിച്ചതു പ്രകാരം നമുക്കിടയിൽ പൂർണ്ണമായി പ്രയോഗിച്ചു വരുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് അറിവ് ലഭിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നല്ലതാണെന്ന് നമുക്കും പരിശോധിച്ചപ്പോൾ എനിക്കും തോന്നിയിരിക്കുന്നു. ലൂക്കോസ് 1-ാം അധ്യായം 1-ാം വാക്യം നാം ചിന്തിക്കണം. അപ്പൊ ലൂക്കോസ് ആരാ? ലൂക്കോസ് താൻ കണ്ടതാണെന്നോ മറ്റോ ബോധ്യപ്പെടുന്ന ഒരു ശൈലി ഈ കാര്യത്തിലില്ല. അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വായ്ത്താരികളെ അവലംബിക്കുക മാത്രമാണ് സത്യത്തിൽ ലൂക്കോസ് ചെയ്തിട്ടുള്ളത്. യോഹന്നാന്റെ കാര്യം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ എന്ന ഒരാളുണ്ടല്ലോ, യോഹന്നാൻ അവസാനത്തെ അത്താഴത്തിൽ ഉപചാരവേളയില് യേശുവിന്റെ ചാരത്തിരിക്കുന്ന ഒരു യോഹന്നാനെ കുറിച്ച് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുന്റെ അവസാനത്തെ അത്താഴത്തിനിരുന്ന ഒരു സന്ദർഭം പോലും സത്യത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നത് വൈരുദ്ധ്യമാണ്.
എന്തുകൊണ്ടെന്നാൽ ആ അടിസ്ഥാന യോഹന്നാൻ അല്ല ഈ യോഹന്നാൻ എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതിനെല്ലാം പുറമെ വളരെ അടിസ്ഥാനമായി സംഭവിച്ചിട്ടുള്ള അബദ്ധം, ഇഞ്ചീൽ, ഈ ഇഞ്ചീല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് സുറിയാനി ഭാഷയിലാണ്. ക്രിസ്ത്യാനിറ്റിയുടെ കയ്യിലുള്ള ഇഞ്ചീലിന്റെ അസ്ലു കോപ്പിയാകട്ടെ ഗ്രീക്ക് ഭാഷയിലാണ്. സുറിയാനി ഭാഷയിലുള്ള ഒരു ഇഞ്ചീല് ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ കൈവശം ഇല്ല എന്ന് തന്നെയാണ്. ഇല്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പല സമൂഹങ്ങളിലും പല കാലഘട്ടങ്ങളിലും മനുഷ്യർക്കിടയിൽ വന്ന അഭിപ്രായങ്ങളെ സമന്വയിച്ചൊരു വേദഗ്രന്ഥത്തിൽ ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ വ്യക്തമായൊരു നിദർശനമോ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ സൂര്യനെയും പകലും രാത്രിയും ഉണ്ടായ കാര്യം, ദൈവം സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. അപ്പൊ ഒന്നാം ദിവസമാണ് പിന്നെ പകലും രാത്രിയും സൃഷ്ടിച്ചിട്ടുള്ളത്. നല്ലോണം മനസ്സിലാക്കണം. ഇനി ഉൽപ്പത്തി 1-ാം പുസ്തകം 3, 4, 5 വചനങ്ങൾ. ഇനി ഉൽപ്പത്തി തന്നെ 1-ാം പുസ്തകത്തിലെ 1-ാം ഖണ്ഡത്തിലെ 14 മുതൽ 19 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം രാവും പകലും തമ്മിൽ വേർപിരിയാൻ ആകാശവിധാനത്തിൽ വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു. പകൽ വഴങ്ങേണ്ടുന്നതിന് വലിപ്പമേറിയ വെളിച്ചവും സൂര്യനെ, രാത്രി വഴങ്ങേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ചന്ദ്രൻ ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. അപ്പൊ സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കിയത് 4-ാം ദിവസം. പകലും രാത്രി ഉണ്ടായാലോ 1-ാം ദിവസം. ഓക്കെ. ഒരാളോട്, ഒരു പാസ്റ്ററോട് ഈ കാര്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പുസ്തകത്തിൽ അങ്ങനെയല്ലേ കാണുന്നു, ഇനി എന്താ പറയുന്നത്? അങ്ങനെയാണ്. അത് എതിർക്കപ്പെടാനാവാത്ത ഒരു സംഗതിയായി ആ സമൂഹം കൊണ്ടു നടക്കാണ്. ഞാൻ ആക്ഷേപമല്ല പറയുന്നത്. ഞാൻ എൻ്റെ എല്ലാവിധ ഭൗതികമായ എല്ലാവിധ റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പക്ഷെ പറയാതിരിക്കാൻ നിർബാല്യരും. അങ്ങനെയാണ്. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ് സത്യവേദ പുസ്തകം എന്ന് പുറത്തെഴുതിയ ഈ തോറയും ആധുനിക ബൈബിളും അടങ്ങുന്ന പഴയ നിയമവും പുതിയ നിയമവും. നിങ്ങൾ ചിന്തിക്കണം. ഇത് ഞാൻ തമാശ പറയല്ല. നോക്കൂ, നോഹയെ കുറിച്ച് പറയുന്നിടത്ത് ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തിയിൽ 6-ാം ഖണ്ഡത്തിലെ 3-ാം വാക്യം. ഇനി അങ്ങോട്ട് മനുഷ്യന്റെ ആയുസ് 120 വർഷമാകും എന്ന് ദൈവം നിശ്ചയിച്ചു. നോഹയോട് കൂടെ ദൈവം നിശ്ചയിച്ചു ഇനി മനുഷ്യന്റെ ആയുസ് 120 വർഷമാണ്. അപ്പറഞ്ഞ അബദ്ധം. എന്തുകൊണ്ട് കണിശമായി ഒരു കൊല്ലത്തിന്റെ നിശ്ചയം അങ്ങനെ ഒരു കാലഘട്ടത്തിലും മാനുഷിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അതിനേക്കാളും വലിയ രസം, നോഹയുടെ പിൻഗാമികൾക്ക് 168 മുതൽ 600 വരെ ആയുസ് ഉണ്ടായിരുന്നു. ഉൽപ്പത്തിയിൽ 11-ാം അധ്യായത്തിൽ 10 മുതൽ 32 വരെ വചനങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം ഖണ്ഡത്തിലെ 3-ാം വചനത്തിൽ പറയുന്നത് മനുഷ്യന്റെ ആയുസ് 120 കൊല്ലായി നിശ്ചയിച്ചു. എന്നാലോ 11-ാം ഖണ്ഡത്തിൽ 10-ാം വചനത്തിൽ പറയുന്നത് നോഹയുടെ മക്കൾക്ക് 168 മുതൽ 600 വർഷത്തെ വരെയുള്ള ആയുസ് ഉണ്ടായിരുന്നു. ഒരധ്യായം ആ അധ്യായത്തിന് തന്നെ എതിരാവുക. ഇതിന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വ്യക്ത. ഇത് വളരെ നമ്മൾ ചിന്തിക്കണം. ഇതിനൊന്നും വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമല്ല. എന്ത് വ്യാഖ്യാനം ഇതിന് പറയാ? ഇത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. ഇതിനേക്കാൾ വലിയ രസം എനിക്ക് തോന്നുന്നത് പഴയ നിയമം എന്ന കാലഹരണപ്പെടൽ കൊണ്ടല്ലേ പുതിയ നിയമം കൊണ്ടുവന്നത്. പുതിയ നിയമത്തിന്റെ കാര്യമായിട്ട് പറയും വേണ്ട. യേശുവിന്റെ വംശാവലി നിങ്ങൾ ചിന്തിക്കണം. പുതിയ നിയമം, മത്തായി സുവിശേഷം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളൊന്ന് പരിശോധിക്കുക. അതാണല്ലോ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നിയമം. അതാണല്ലോ പരിഷ്കൃത സമൂഹത്തിന്റെ നിയമമായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ കൈവശമുള്ളത്. ഒന്ന് ചിന്തിക്കുക. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീലിയോ പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. യോസേഫ് എന്ന പുരുഷനെ കൊണ്ട് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന പെണ്ണിന്റെ അടുത്തേക്ക് മറിയമിന്റെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതനെ യഹോവ അയച്ചു. ദൈവം അവളോട്, നീ ഗർഭം, വിവാഹം നടന്നിട്ടില്ല, വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. വിവാഹം നിശ്ചയിച്ചിരുന്ന
ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് എന്ന ഗലീലോ പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേര് വിളിക്കണം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ, അപ്പൊ പുരുഷനെ തൊട്ടിട്ടില്ല, പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പുരുഷനെ അറിയായികയാണ്. മനസ്സിലായില്ല? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിശ്ചയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നിശ്ചയിക്കപ്പെട്ടുമ്പോ നിശ്ചയം ആ കാലത്ത് കല്യാണമായി എന്ന് കണക്കാക്കിയിട്ട് കല്യാണമാവാതെ തന്നെ നിക്കാഹ് കഴിഞ്ഞാലും ചിലപ്പോൾ പുതിയാപ്പിളൊക്കെ വീട്ടിൽ വരുമല്ലോ എന്ന് വിചാരിച്ച് അന്നൊക്കെ ഉണ്ടായതാണോ? അങ്ങനെ വെക്കാൻ വ്യായില്ല. കാരണം പുരുഷനെ അറിയാത്ത ഒരാളായി എനിക്ക് എങ്ങനെ കുട്ടികൾ ഉണ്ടാകും എന്ന് മറിയ ചോദിക്കുന്നു. ലൂക്കോസ് വിശേഷത്തിന്റെ 1-ാം ഖണ്ഡത്തിന്റെ 26 മുതൽ 36 വരെയുള്ള വചനങ്ങൾ ഇനി നിങ്ങൾ നോക്ക്. നിങ്ങൾ നോക്ക്. മത്തായി തന്നെ 1-ാം ഖണ്ഡം 18 മുതൽ 23 വരെയുള്ള വാക്ക്. എന്നാൽ ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കുടി വരും മുമ്പേ, അതായത് അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് കർത്താവ് മുഖാന്തരം അരുളി ചെയ്തു. നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. മത്തായി സുവിശേഷം 1-ാം ഖണ്ഡം 18 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ബൈബിൾ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ പരമ്പരയിൽ ഒരു നിലക്കും യോസേഫ് വരൂല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മറിയമ്മിനെ സപ്പോസ് യോസേഫ് എന്നൊരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഇതിപ്പോ നമ്മൾ പരിഷ്കരിച്ച കാര്യം അപ്പൊ പറയുന്നത്, പരിഷ്കരിച്ച ടെസ്റ്റ്മെന്റ് ആണിത്. ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല. നിങ്ങൾക്ക് മനസ്സിലാവും? ന്യൂ ടെസ്റ്റ്മെന്റ് ആയി പറയുന്നത്, പുതിയ നിയമത്തിന്റെ കാര്യമായി പറയുന്നത്, പരിഷ്കരിച്ച പുതിയ നിയമം. അപ്പൊ ഒരു നിലക്കും പിന്നീട് ഈ പെണ്ണിനെ, ഈ മറിയ എന്ന പെണ്ണിനെ യോസേഫ് കല്യാണം കഴിച്ചാൽ തന്നെ ഈ പരമ്പരയിൽ ഒരിക്കലും യോസേഫ് വരില്ല. കാരണം ഗർഭിണിയായത് ഗബ്രിയേൽ ദൂതനാലാണ്. 1. 2, എന്നെ പുരുഷൻ തൊട്ടിട്ടില്ല, ഞാൻ പുരുഷരസം അറിഞ്ഞിട്ടില്ല എന്ന് ഈ പെണ്ണ് പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട, സത്യത്തിൽ ഇതൊക്കെ എൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ കാണിക്കാണ്. വളരെ വലിയ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത വൈദ്യം. മത്തായി സുവിശേഷത്തില് എബ്രഹാമിന്റെ 41-ാമത്തെ മകനാണ് യേശു. എന്നാൽ ലൂക്കോസ് വിശേഷത്തിൽ എബ്രഹാമിന്റെ 57-ാമത്തെ മകനാണ് യേശു. പ്രകടമായ വൈരുദ്ധ്യം. പോയിന്റ് നമ്പർ 1. എന്നാൽ ഈ വൈരുദ്ധ്യത്തിനേക്കാൾ വലിയ രസം, ഈ കുട്ടിയുടെ ജന്മത്തിൽ യോസേഫിന് ഒരു സാധ്യതയും ഇല്ല. എന്നാൽ 2 സുവിശേഷത്തിലും യേശുവിന്റെ നേരെ പിതാവായി പറയുന്നത് യോസേഫിനെയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇങ്ങനെയാ ഞാൻ വായിക്കാം. എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യഹൂദ, പെരസ്, യസ്രയേൽ, ആരാം, അമ്മീനാദാബ്, നഹശോൻ, ശൽമോൻ, ഓവസ്, ഒബേദ്, ഇശ്ശായി, ദാവീദ്, ശലമോൻ, യരഹ്ബിയാം, അബിയാവ്, ആസ, യോശാഫാത്ത്, യോരാം, ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്, മനശ്ശെ, ആമോസ്, യോഷിയാവ്, യഖോന്യാവ്, ശയൽത്തിയേൽ, സെരുബ്ബാബേൽ, അബീഹൂദ്, എലക്കീം, ആസോർ, സാദോക്ക്, ആക്കീം, എലിഹൂദ്, എലിയാസർ, മത്താൻ, യാക്കോബ്, യോസേഫ്, യേശു. 40-ാമത്തെ മകനാണ് യോസേഫ്. യോസേഫിന്റെ മകനാണ് യേശു. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു നോവലിലാണെങ്കിൽ പോലും കൃഷ്ണൻ നായർ വലിച്ചെറിയുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, കൃഷ്ണൻ നായർ എന്ന ആളുണ്ടല്ലോ തിരുവനന്തപുരത്തിരിക്കുന്നത്. അല്ല, ഇതൊരു നോവലിലാണെങ്കിൽ പോലും ഇതിന് ഒരു സംസ്ഥാന അവാർഡ് പോയിട്ട് ഒരു പഞ്ചായത്ത് അവാർഡ് പോലും ലഭിക്കൂല. ഒരു നോവൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏത് കളവ് എഴുതാനുള്ള അംഗീകാരം നൽകപ്പെട്ടതാണല്ലോ എന്ത് നോവൽ. ഇത് നോവലാണെങ്കിൽ പോലും ഇത് എത്ര വലിയ അബദ്ധാണ്. ഒരു അവാർഡ് ഇതിനുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു വേദഗ്രന്ഥ, അതും ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമമായി പറയുന്നത്. ഇതിനാണ് ഞാൻ വിശദീകരിക്കില്ല, വായിച്ച ധാരാളുണ്ട്. ഇതിൽ 41-ാമത്തെ പേരെ മകൻ. 1, 2 യേശുവിന്റെ നേരെ അച്ഛനായി പറയുന്നത് യോസേഫ്. യോസേഫിന് ഇതിലൊരു ദഹനമില്ല. ഇത് വിവാഹം നിശ്ചയിക്കപ്പെട്ട വേളയില് ഗബ്രിയേൽ ദൂതനാൽ ഗർഭിണിയായതാണ്.
ഉണ്ടാവും ചോദിക്കുമ്പോ കർത്താവ് അങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു, ഇനി മിണ്ടണ്ട എന്നാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. ഇതൊക്കെ ആ ഗ്രന്ഥത്തിൽ തന്നെ വേറൊരു അധ്യായത്തിലാണെങ്കിൽ രസമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇത് എങ്ങനെ മനുഷ്യൻ അംഗീകരിക്കാം? ഈ ഭീമമായ അബദ്ധം മുൻപും പിമ്പൊക്കെ ഉണ്ട്. വളരെ കൂടുതൽ നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ എത്രയോ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ സുവിശേഷങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളെയും കൂടിയിട്ട് ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്ത് ഒരു പുഴക്കരയിൽ ചെന്നിട്ട് വല വീശിയിട്ട് അനവധി മത്സ്യങ്ങളെ പിടിച്ചു കൊടുത്ത ഒരു സംഭവം, അങ്ങനെ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തുകയും ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്ത ഒരു സംഭവം ലൂക്കോസ് സുവിശേഷത്തിന്റെ 5-ാം ഖണ്ഡത്തിന്റെ 1 മുതൽ 11 വരെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യം യോഹന്നാനിൽ പറയുന്നത് ഈസാ നബി മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇസ്രായേലി സമൂഹങ്ങളിലേക്ക് വന്നിട്ട് അവർക്ക് ഞാൻ വന്നിരിക്കുന്നു എന്ന തെളിവായി കാണിച്ചു കൊടുത്തു. ഒരു കാര്യം ജീവിതകാലത്ത് ചെയ്തതായി ലൂക്കോസിൽ കാണാം, മരിച്ചിട്ട് ചെയ്തതായി യോഹന്നാനിൽ കാണാം. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ അതിനേക്കാളും വലിയ മനുഷ്യൻ മരിച്ചതെങ്ങനെ ഇതിലുണ്ടാവുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജീവിതകാലത്ത് ദൈവത്തിൽ ലഭിക്കുന്ന ഗ്രന്ഥവും അരുളിപ്പാടുമാണ് ഇതെങ്കിൽ ആ മനുഷ്യനെ മരിച്ചതും അടക്കം ചെയ്തതും എങ്ങനെ ഈ ഗ്രന്ഥത്തിലുണ്ടാകും? ഇത് ചിന്തിക്കാൻ ഇത്ര വലിയ ബുദ്ധി വേണോ മനുഷ്യൻ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഭീമമായ അബദ്ധാണ്. ഇഞ്ചിയിൽ ദൈവത്താൽ ലഭിച്ച നോക്കൂ നിങ്ങൾ, ദൈവത്താൽ ലഭിച്ച ഒരു സന്ദേശമാണ് എങ്കിൽ, ആ ദൈവത്താൽ ലഭിച്ച സന്ദേശമാണ് എങ്കിൽ എങ്ങനെ ആ മനുഷ്യൻ മരിച്ചതിലുണ്ടാകുന്നു? അപ്പൊ ഇതിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരക്ഷരം പോലും ഇങ്ങനെ കാണിക്കാൻ സാധ്യമല്ല. ഒരക്ഷരം, ഒരു വരി, അരവരി, ഒരക്ഷരം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. മത്തായി സുവിശേഷത്തിൽ പറയുന്നു. മത്തായി സുവിശേഷത്തിൽ തന്നെ 10-ാം ഖണ്ഡത്തിൽ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. 10-ാം ഖണ്ഡത്തിൽ പറയുന്നത് ഇസ്രായേലികളിൽ കളഞ്ഞു പോയ 12 ഇടയഗോത്രങ്ങളിലേക്ക് ഈസയെ നിയോഗിച്ചിരിക്കുന്നു എന്ന മത്തായി സുവിശേഷത്തിൽ ഒരിടത്ത് കാണുന്നത് ഒരു സർവ്വലോക പ്രവാചകന്റെ ഈസാ നബി ആരിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്ന ഒരു വസ്തുനിഷ്ഠമായ കാര്യം ഒരേ അധ്യായം, ഒരേ ഗ്രന്ഥത്തിൽ തന്നെ 2 ശൈലി. യേശു അവിടം വിട്ടു, സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വിടവാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കന്യാസ്ത്രീ വന്നു. അവരോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മക്കൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു. അവൻ അവരോട് ഇസ്രായേലിനെ പുറത്തുകയാത്രയാ. അവൻ പെട്ടെന്ന് എന്റെ മക്കൾക്ക് ഭൂതോപദ്രവം മാറ്റി തരണമെന്ന് പറഞ്ഞു. അവൻ അവരോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. എന്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് തന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞു, അവൻ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു വരുന്നു, അവൻ തന്നെ അയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കൂ നിങ്ങൾ. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ ആശ്രയിച്ചു. അവനോ ഇങ്ങനെ പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കൂ നിങ്ങൾ. അഥവാ ഇസ്രായേലി സമൂഹത്തിലേക്കാണ് എന്നെ നിയോഗിച്ചത്. ഞാനൊരു സർവ്വലൗകിക പ്രവാചകനല്ല, ഈ ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കുള്ള ഒരു പ്രവാചകനല്ല ഞാൻ എന്ന് മത്തായി സുവിശേഷത്തിൽ വളരെ ഗംഭീരമായി യേശു പറയുന്നതായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ക്രിസ്ത്യാനിറ്റി ഇതിന് ഒരു ലൗകിക പരിവേഷം, ഒരു ലോക പരിവേഷം നൽകി എന്ന കാര്യം അചിന്തനീയമാണ്. അപ്പൊ ചുരുക്കത്തിൽ കേവലം വൈരുദ്ധ്യം തന്നെ, തനി വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യത്തിന്റെ തനിയാവർത്തനം ഇടയിൽ കാണാൻ ഞാൻ സമയം വളരെ പരിമിതമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇടയ്ക്കിടെ ഇത്തരം വൈരുദ്ധ്യങ്ങളെ കാണാം, ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്വഭാവം കാണിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യനായ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യനാണെന്നുള്ള സ്വഭാവം കാണിക്കുന്നു. ദൈവത്തെ കാണിച്ചു തരണമേ എന്ന് ഫിലിപ്പോസ് പറഞ്ഞു. കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പോൾ ഞാൻ പിതാവ് തന്നെയാണ്, പിതാവും പുത്രനും ഒന്നാണ്, അപ്പൊ ദൈവം തന്നെയാണ്. എന്നാൽ ദൈവത്തിന് അയോഗ്യമായ എല്ലാ കാര്യം
ബൈബിൾ പറയുന്നുണ്ട്. കരയുന്ന യേശുവിനെ ബൈബിൾ പറയുന്നുണ്ട്. പേടിക്കുന്ന യേശുവിനെ ബൈബിൾ പറയുന്നുണ്ട്. ഒരു ദൈവാംശവും യേശു ക്രിസ്തുവിൽ ഒരു ദൈവാംശമില്ലാത്ത അനവധി സ്ഥാനങ്ങൾ. അന്ത്യനാളിനെ കുറിച്ച് ഒന്നും അറിയാത്ത യേശു മാർക്കോസിൽ 11-ാം ഖണ്ഡത്തിലെ 32-ാമത്തെ വചനത്തിൽ പറയുന്നു, യേശുവിന് വിശപ്പ് അനുഭവപ്പെടുന്നു, യേശുവിന് ദാഹം അനുഭവപ്പെടുന്നു, യേശു ഉറങ്ങുന്നു. യേശു നോക്കൂ നിങ്ങൾ, ആരാ? പിതാവിന്റെ ഭാഗമായി പുത്രൻ. അപ്പൊ പിതാവിന്റെ നിലവാരല്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവമാകട്ടെ പിതാവിന്റെ ഭാഗ പുത്രൻ. പുത്രൻ ഉറങ്ങാതിരിക്കാൻ നിർവാഹമില്ല. പിതാവിന്റെ ഭാഗമാണ് പുത്രൻ. ഉറങ്ങുന്ന പുത്രനാണെങ്കിൽ പിതാവിന് നിലവാരമുണ്ടാവും. ബുദ്ധിപരമായ ഒരു സ്വാധീനവും ഈ വേദഗ്രന്ഥത്തിൽ കാണുന്നില്ല. കേവലം അബദ്ധങ്ങളുടെ കൂത്തരങ്ങായി അതിനെ ആവർത്തിച്ചിരിക്കുന്നു. വളരെ ഗൗരവമായി ഈ കാര്യം ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഭൂമിയിൽ അതിനേക്കാൾ ക്രിസ്ത്യാനിറ്റി മനുഷ്യരോട് ചെയ്തിട്ടുള്ള അപരാധം, ഭൂമിയിലെ മുഴുവനും ചുമര് മുഴുവനും അവർ നിറച്ചെഴുതി മനുഷ്യർ പാപികളായി ജനിക്കുന്നു. ഇത്ര വലിയ ഒരു അബദ്ധം അത് എഴുതാൻ വേണ്ടിയുള്ള ചുമര് മുഴുവൻ അവർ നിറച്ചു. എവിടുന്നേ ഇവർക്ക് ഇത് ലഭിച്ചതെന്നാ? മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പാപിയായി ജനിക്കുന്നു. നോക്കൂ നിങ്ങൾ, എത്ര വലിയ അപരാധമാണത്. ഒരു മനുഷ്യൻ പാപിയായി ജനിക്കുന്നു. ചുമര് മുഴുവനും മനുഷ്യനെ എഴുതി വച്ചിരിക്കുന്നു, ക്രിസ്ത്യാനിറ്റി എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ വളരെ സുനിശ്ചിതമായ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനിഹി എന്നാണ്. എല്ലാ മനുഷ്യരും നല്ലവരായി ജനിക്കുന്നു. മുൻപാപമൊന്നും മനുഷ്യർക്കില്ല. ഇവിടെ ഹൈന്ദവതയോടും ക്രൈസ്തവതയോടും സത്യത്തിൽ അനീതിയാണ് പറയുന്നത്. അത് ഹൈന്ദവതയാണെങ്കിലും ക്രൈസ്തവതയാണെങ്കിലും മുൻജന്മ പാപം എന്നാ പറയുന്നത്. ഈ മുൻജന്മ പാപം എന്ന രീതിയിലോ അല്ലെങ്കിൽ ആദി പാപം എന്ന രീതിയിലോ ഒരു ശൈലി ഇസ്ലാം കാണുന്നില്ല. ഒരു പിറവിയെടുക്കുന്ന മാത്രല്ല, ഏതൊരു സമുന്നതമായ സ്ഥാനത്തും ഇസ്ലാം പറയുന്നത് ഒരാൾ വളർന്നാൽ അയാൾ പിറവിയെടുത്ത കുഞ്ഞിനെ പോലെയാകും എന്നാണ്. കുഞ്ഞിന്റെ ജീവിതമാകട്ടെ, കുഞ്ഞിന്റെ ശൈലിയാകട്ടെ ഏറ്റവും മനോഹരവുമാണ്. ഇതാ ഹജ്ജിന് പോകുന്നുണ്ടല്ലോ എല്ലാവരും. ഒരാൾ ഹജ്ജ് പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാൽ അയാളെ പറ്റി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാകുമെന്ന് മുഹമ്മദ് നബി. ഒരു അമല് ചെയ്തു, ഒരു പ്രവർത്തനം ചെയ്തു, ഒരു നൽപ്രവർത്തനം ചെയ്താൽ കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ. അപ്പോൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെടുമ്പോൾ അവന് യാതൊരു അബദ്ധങ്ങളുമില്ല. ഞാൻ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനിയും ധാരാളം കാര്യം നമുക്ക് പരിചയപ്പെടാനുണ്ട്. മതങ്ങളുടെ കാര്യം മനുഷ്യൻ ചിന്തിക്കണം. മതങ്ങൾ ഇങ്ങനെ, ചുരുക്കത്തിൽ ഇങ്ങനെ അബദ്ധത്തിന്റെ കൂത്തരങ്ങായ ഇത്തരം മതങ്ങളെ എങ്ങനെ മനുഷ്യൻ വിശ്വസിക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്. അബദ്ധത്തിന്റെ കൂത്തരങ്ങാണ് ഈ മതങ്ങൾ. ഇനിയും ചില മതങ്ങളുണ്ട്. നമുക്ക് ചില മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളെയും നമുക്ക് ഭക്ഷണശേഷം നിസ്കാരശേഷം ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് സ്വദേശപരമായ സംശയ നിവാരണത്തിന് ഇവിടെ അവസരമുണ്ട്. ചില അടിസ്ഥാന സിംബലുകൾ മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു അബദ്ധം അള്ളാഹുവിന്റെ ദീനിൽ കാണുക സാധ്യമല്ല. ഇതൊരു പുതിയ മതവുമല്ല. ഇത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ദാനമാണ്. ഇതിൽ അബദ്ധമേ ഇല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കും. സത്യത്തിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം ബുദ്ധൻ ദൈവവാദിയായിരുന്നോ നിരീശ്വരവാദിയായിരുന്നോ എന്ന്. അപ്പോൾ ആ മതത്തിന്റെ അസ്തിത്വത്തിന്റെ കനം നാം മനസ്സിലാക്കണം. അദ്ദേഹം പ്രചാരം ചെയ്തത് എന്താണെന്ന് വസ്തുനിഷ്ഠമായി ഇന്നും ഭൂമിയിൽ തെളിയിക്കപ്പെട്ടതല്ല. അദ്ദേഹം ആസ്തികനായിരുന്നോ നാസ്തികനായിരുന്നോ എന്ന ചർച്ച. നിങ്ങൾ ചിന്തിക്കണം, അങ്ങനത്തെ ഒരു മതത്തെ എങ്ങനെ ഒരാൾ ഉൾക്കൊള്ളും? ഗൗതമ ബുദ്ധൻ, സിദ്ധാർത്ഥ രാജകുമാരൻ തന്റെ ബോധോദയത്തിന് ശേഷം ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുകയും തനിക്ക് ലഭിച്ച അനുമാനങ്ങളെ സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തു എന്ന്. എന്നാൽ ഇത് സത്യത്തിൽ ദൈവവാദമായിരുന്നോ നിരീശ്വരവാദമായിരുന്നോ എന്ന് മനുഷ്യർക്കിടയിൽ തർക്കം. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ബുദ്ധൻ ഒരു വിഗ്രഹഭഞ്ജകനായി ചരിത്രം എല്ലാവരും എടുത്തുകാട്ടുന്നുണ്ട്. ഒരു വിഗ്രഹത്തിനും ആരാധിക്കരുത് എന്ന് കണിശമായി പറഞ്ഞ ആളായിരുന്നു ഗൗതമ ബുദ്ധൻ. എന്നാൽ ഈ ബുദ്ധനെ പിന്നീട് ബുദ്ധിസ്റ്റുകൾ എന്ത് ചെയ്തു? ബുദ്ധിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് ബുദ്ധന്റെ പേരിൽ പ്രതിമകൾ ഉണ്ടാക്കി എന്നതാണ്.
ശ്രീനാരായണ ഗുരുവിനെ SNDP-ക്കാർ കൊണ്ടായി പ്രതിമകളാക്കിയതുപോലെ ഒരു പ്രതീകവും ദൈവത്തിന് വേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ പിടിച്ച് പിന്നീട് അങ്ങോട്ട് പ്രതിമയാക്കി. ഇതൊക്കെ സമൂഹത്തിൽ വന്നു പോയിട്ടുള്ള വൈരുദ്ധ്യതയാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ലോകത്ത് വന്ന വലിയ ഒരു ഇഷ്യൂ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ബുദ്ധ പ്രതിമകൾ അഫ്ഗാനികൾ തച്ചുടച്ചതാണ് ഒരു നിലക്ക് അഫ്ഗാൻ യുദ്ധത്തിന് തന്നെ വഴിവെച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിഗ്രഹം ആരുടെ പേരില? ലോകത്തെ വിശ്വേത്തര വിഗ്രഹങ്ങൾ എന്നാ പറഞ്ഞത്. എന്നാൽ ഈ വിഗ്രഹം ബുദ്ധനോ ഒരു വിഗ്രഹവും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ മരങ്ങളൊക്കെ പുകമറകൾ സൃഷ്ടിക്കപ്പെട്ട മരങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവയെ സത്യസന്ധമായി ഒരാൾക്ക് അവലംബിക്കുക സാധ്യമല്ല. സത്യസന്ധമായി ആ മതത്തെ അവലംബിക്കാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു മതമാണ് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഹിന്ദുമതം. ഒന്ന്, അതൊരു പ്രാദേശിക മതമാണ്. അതിന്റെ അടിസ്ഥാനങ്ങളാകട്ടെ വേദങ്ങളാണ്. ഈ വേദങ്ങൾ ആര് കൊണ്ടുവന്നു, ആരായിരുന്നു, ആർക്കാണ് ഈ വെളിപ്പാടുണ്ടായത്, ഏതു കാലഘട്ടത്തിലാണ് ഇവ വന്നിട്ടുള്ളത് എന്നതിന് വസ്തുനിഷ്ഠമായ ഒരു രേഖയും ചരിത്രവും അതേ സംബന്ധിച്ച് ഇല്ല എന്നത് ഹൈന്ദവർ തന്നെ അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. വ്യാസമഹർഷിയാണ് മഹാഭാരതത്തിന്റെ സംയോജകൻ എന്ന ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തൽ വ്യാസൻ ഒരു മനുഷ്യനല്ല എന്ന. വ്യാസൻ ഒരു മനുഷ്യനല്ല, സംയോജകൻ, സംഘാടകൻ എന്ന അർത്ഥത്തിൽ വ്യാസൻ എന്ന് സംസ്കൃതത്തിൽ പറയപ്പെടുന്നു. അപ്പോൾ വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ ഈ ദർശനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഐതിഹ്യങ്ങളിലേക്ക് കാര്യങ്ങളെ ചേർക്കപ്പെട്ടവൻ മുഴുവനും വ്യാസനായി ഗണിക്കപ്പെടുന്നു എന്ന. അപ്പൊ വ്യാസൻ തന്നെ അനവധിയുണ്ട് എന്ന കണ്ടെത്തൽ. രണ്ടാമിടത്തിൽ MT മനോഹരമായി ആ കാര്യം ആവിഷ്കരിക്കുന്നുണ്ട്. അതൊന്നും എന്റെ അഭിപ്രായം പറയല്ല, അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ മതത്തിന്റെ അടിസ്ഥാനങ്ങളെ സത്യത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവലംബിക്കുക? ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു മതമാണെങ്കിൽ അതിന് വെളിപ്പാട് എങ്ങനെയുണ്ടായി, ആർക്കുണ്ടായി, ഏതു കാലഘട്ടത്തിൽ വന്നു, അതിന്റെ വസ്തുനിഷ്ഠമായ ചരിത്രം ആര് കേട്ടു, ആരെഴുതി വെച്ചു? ഒരു ചരിത്രം അതിന്റെ പിന്നിലില്ല. ഉപനിഷത്തുക്കൾ അല്ലെങ്കിൽ വേദങ്ങൾ ഇതൊക്കെ ഏതു കാലഘട്ടത്തിൻ്റെതാണ് എന്ന കാര്യത്തിൽ വരെ മനുഷ്യർക്കിടയിൽ ഇന്ന് തർക്കമുണ്ട്. ദൈവികമായ മിത്തുകൾ അതിലൊക്കെ ഉണ്ടാകാം, അതെന്തിലും ഉണ്ടാകാം. പക്ഷെ അതുകൊണ്ട് അതിനെ ആശ്രയിക്കാൻ ഒരു നിലക്കും യാതൊരു നിർവാഹവും ആധുനിക മനുഷ്യനില്ല. രണ്ടാമത്, ഹൈന്ദവതയുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഉപകാര ഉപദ്രവി സംബന്ധിയാണ്. അതായത് ബൗദ്ധിക വളർച്ച എത്താത്ത ഒരു സൊസൈറ്റിയുടെ ദൈവങ്ങളാണ് ഹൈന്ദവ ദൈവങ്ങളെല്ലാം. ഉപകാര ഉപദ്രവങ്ങളുടെ ദൈവങ്ങൾ. നിങ്ങൾ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ദൈവമാണ് പശു. എന്താ പശു ദൈവമാകാനുള്ള കാരണം? പശു വരുമാനത്തിന്റെ പ്രതീകമാണ്. അതായത് മധ്യേഷ്യയിൽ നിന്ന് പുത്തൻ ശാദ്വല തീരങ്ങൾ തേടി സിന്ധിൽ താവളമുറപ്പിച്ച ആളുകളുടെ വരുമാന മാർഗം അക്കാലത്ത് ക്ഷീര കർഷകരായിരുന്നു അവർ. അപ്പോൾ തങ്ങൾക്ക് വരുമാനം നേടിത്തരുന്നതിനെ ആരാധിക്കുക, അതിനെ ആദരിക്കുക എന്നൊരു ശൈലി. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പൊ ഉദാഹരണം ഒരു വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ആ പശുവിന് തന്റെ വരുമാനമൊക്കെ ആ പശുവിനെ കൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ സ്വാഭാവികമായും ആ വീട്ടുകാരന് തന്റെ ഭാര്യ മഴ കൊണ്ടായാലും തന്റെ പശു മഴ കൊള്ളരുത് എന്ന ഒരു നയം ഉണ്ടാവും. ആ നയത്തിന്റെ ഒരു തരം ഒന്നുകൂടി അങ്ങോട്ട് അതിഭാവുകത്വം. അതാണ് സത്യത്തിൽ അങ്ങനെയാണ് വരുമാന മാർഗം. അതുതന്നെയാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്, ഹൈന്ദവ സമൂഹത്തിലെ മറ്റൊരു ദേവനാണ് സൂര്യൻ. സൂര്യൻ മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഗോളമാണ്. ഒരുപാട് ഉപകാരങ്ങൾ അത് മനുഷ്യന് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഉപകാര സംബന്ധിയാണ് ദൈവങ്ങൾ. ഇതിനാവട്ടെ ഒരു ബുദ്ധിയുടെയോ ഒരു പ്രവാചകന്റെയോ ആവശ്യമില്ല. അതൊക്കെ വനവാസ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വരുക്കൂട്ടിയ മനുഷ്യന്റെ ഉപകാരത്തെ ആശ്രയിക്കുകയും അതിനെ നമിക്കുകയും ചെയ്യുക എന്ന രീതിയിൽ നിന്നാണ് ഈ ദൈവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു നോക്കൂ നിങ്ങൾ, അതേപോലെ ഗണപതി. നിങ്ങൾ ചിന്തിക്കണം, ഇവിടൊക്കെ നമ്മൾ ആലോചിക്കണം. ഗണപതി ഒരു ദൈവമാണ് അല്ലെ, ദൈവ വിഗ്രഹമാണ്, ദൈവമാണ്. എന്താ ഗണപതിയുടെ അടിസ്ഥാനം? വനവാസ ജീവിത കാലത്ത് മനുഷ്യന് ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കിയ ഒരു ജീവിയാണ് ആന.
ആന വളരും, കാരണം കൃഷികളെ നശിപ്പിക്കുന്നു, ആളുകളെ പിടിച്ച് കൊല്ലുന്നു, ഒരുപാട് ഉപദ്രവം ചെയ്യും. അപ്പോൾ അതിന്റെ ആദ്യ രൂപത്തെ പിടിച്ച് ആരാധിക്കുക. അങ്ങനെയാകുമ്പോൾ ആനയുടെ രോഗം പ്രസാദിക്കുമെന്ന മനുഷ്യന്റെ വളർച്ചയറ്റാത്ത ബുദ്ധിയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്നറിയോ? എന്നാലാകട്ടെ വലിയ ഒരു ശക്തി മനുഷ്യരിൽ കാണുന്നുണ്ട്, എന്നാലാകട്ടെ ആന കൊണ്ട് ഉപദ്രവമുണ്ട്. അപ്പൊ രണ്ടിനെ അങ്ങോട്ടാണ് ചേർത്തു. അങ്ങനെയാണ് ഗണപതി ഉണ്ടായത്. ഗണപതി പകുതി മനുഷ്യനും പകുതി ആനയുമാണ്. നരസിംഹറാവു അല്ല പറയുന്നത്, നരസിംഹം അങ്ങനെ തന്നെയാ, നരനും സിംഹവുമാണ്. കാട്ടിലെ വലിയ പേടിക്കാൻ പെടേണ്ട ജീവിയാണ് ഇത് നാഗം, കരിനാഗം. എന്താ? വനവാസ ജീവിത കാലഘട്ടങ്ങളിൽ, അതായത് ഇത്രയും ഒരു പ്രോഗ്രസ് എത്താത്ത ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വനവാസ ജീവിത കാലഘട്ടങ്ങളിൽ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുള്ള ജീവിയാണ് പാമ്പ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? അപ്പോൾ പാമ്പിന്റെ ആദിമ ശൈലിയെ പിടിച്ച് അങ്ങോട്ട് നമിക്കുക, അതിനെ ആരാധിക്കുക, പാമ്പിൻ കാവുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു രീതിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അഥവാ ഇതിനൊരു പ്രവാചകന്റെ ആവശ്യമില്ല, വളർച്ചയറ്റാത്ത ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് ഹൈന്ദവ ദൈവങ്ങളെല്ലാം എന്ന് കണ്ടെത്താൻ കഴിയും. കൊണ്ടുവന്ന ഉപനിഷത്തുകൾക്കാകട്ടെ വേദങ്ങൾക്കാകട്ടെ അടിസ്ഥാനപരമായ ഒരു കാലഘട്ടത്തെ നിർണയിക്കുക സാധ്യമൊട്ടല്ലതാനും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇന്ന് മനുഷ്യൻ പരിചയപ്പെടുന്ന ഏകദേശം ദൈവങ്ങളെല്ലാം മതങ്ങളെല്ലാം എന്നാണ്. പിന്നെ അതിന്റെ അലകും പിടിയും ഒക്കെ ഒന്ന് മാറ്റി ഇത് മാത്രമാണ് സത്യത്തിൽ പിന്നീട് സിഖ് മതം ചെയ്തത്. സിഖ് മതം എന്നാൽ ഹൈന്ദവ മതത്തിന്റെ നവോത്ഥാന രൂപമാണ്. ജൈനമതവും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വർത്തമാന മഹാവീരൻ ഉണ്ടാക്കിയതാവട്ടെ, അല്ലെങ്കിൽ ഗുരുനാനാക്കിന്റെ സംഹിതയാകട്ടെ, ഇതൊക്കെ അസ്ലില്ലാത്ത ഒരു സമൂഹത്തിന് ഒരു താൽക്കാലികമായ ജനകീയ ശൈലി ഉണ്ടാക്കിയത് മാത്രമാണ്. അതിന്റെ അടിത്തറ വലിമസമാണ്. ഒരു നിലക്കും ഒരു അസ്തിത്വം ആ മതങ്ങൾക്കൊന്നും കാണുക സാധ്യമല്ല. മതങ്ങളെയാണ് ഏകദേശം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഈ മതങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് അവസരം ഉണ്ടാകും, നിങ്ങൾ പറയൂ, ഇതിൽ ഏത് മതത്തിനാണ് അടിസ്ഥാനപരമായ ഇന്നാലിന്ന ഒരു ചരിത്രത്തോട് ബന്ധപ്പെടുത്തി ഇന്നാലിന്ന വസ്തുനിഷ്ഠമായ ഒരു കാര്യം അവതരിപ്പിക്കാൻ അതിന് സാധ്യമല്ല. മതങ്ങളെ മാറ്റിവെച്ച് ഇനി പ്രത്യയശാസ്ത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ സാഹചര്യത്തിന്റെ സൃഷ്ടിയായിരുന്നുവെന്നും ആ സാഹചര്യങ്ങൾ മാറുന്നതോടുകൂടെ ആ പ്രത്യയശാസ്ത്രങ്ങൾ കാലാഹരണപ്പെട്ടു എന്നും മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ചിന്തിക്കണം 18ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം മുതൽ 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏകദേശം യൂറോപ്പിലും പരിസരത്തും ഉണ്ടാകുന്നുണ്ട്. വ്യാവസായിക വിപ്ലവം. ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഉൽപ്പന്നമാണ് സത്യത്തിൽ കമ്മ്യൂണിസം. ഇത് ആധുനിക ലോകത്തിന് മതത്തിന് പകരമായി ആധുനിക ലോകം അവതരിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് തന്നെ സ്വയം ഒരു മതമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. റിലീജൻ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് സത്യത്തിൽ മാർക്സ് പറഞ്ഞത്. ഓപ്പിയം എന്നാ പറഞ്ഞത്, കറുപ്പാന്നാ പറഞ്ഞത്. മനുഷ്യനെ മയക്കുന്ന ഓപ്പിയമാണ്, കറുപ്പാണ് എന്ന് കാറൽ മാർക്സ് സിദ്ധാന്തിക്കുകയുണ്ടായി. അപ്പൊ മതത്തിന് പകരമായ ഒരു സൈദ്ധാന്തികതയാണ്, ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് ഈ കമ്മ്യൂണിസത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായി കമ്മ്യൂണിസം സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. അതായത് ബുദ്ധിമുട്ടിൽ നിന്ന് ഞെരിപിരി കൊള്ളുന്ന ഒരാളുടെ രക്ഷപ്പെടാനുള്ള ത്വരയുടെ ഭാഗമാണ്. അതിന് ബുദ്ധിയുടെ ആവശ്യമില്ല, വ്യായാമത്തിന്റെ ആവശ്യമുണ്ടായാൽ മതി. ഈ വ്യായാമത്തിന്റെ ഉൽപ്പന്നമാണ് സത്യത്തിൽ കമ്മ്യൂണിസം. എനിക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലൈൻ അല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് താല്പര്യക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. നിങ്ങൾ കേവലമുള്ള ഒരു പൊളിറ്റിക്കൽ ലൈൻ അല്ല പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അടിസ്ഥാനപരമായ സത്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി ഒരാൾ അങ്ങനെ ചിന്തിച്ചാലും എനിക്കത് നഷ്ടമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് എന്റെ മതത്തോട് സത്യത്തോട് നീതി പുലർത്തേണ്ട ഒരു ബാധ്യത മാത്രമേ എനിക്കുള്ളൂ. 18ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം മുതൽ 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ ഏകദേശം ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യൂറോപ്പിൽ വന്നിട്ടുണ്ട്. ഒരു വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിനനുസരിച്ച് എന്തുണ്ടായി? വ്യവസായങ്ങൾ തഴച്ചു വളർന്നു. വ്യവസായങ്ങൾ തഴച്ചു വളർന്നപ്പോൾ മനുഷ്യർ അതിന് അടിമപ്പണി എടുക്കേണ്ടി വന്നു. 10-14 മണിക്കൂറൊക്കെ മനുഷ്യർ അടിമപ്പണി ചെയ്തിട്ട് വളരെ തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു അക്കാലഘട്ടത്തിൽ മനുഷ്യർക്കുണ്ടായിരുന്നത്. അതിനാകട്ടെ ക്രിസ്തീയ ജൂത യൂറോപ്പുകൾ വഴിവെക്കുകയും ചെയ്തു.
ഈ വിഷയത്തിലും പറയേണ്ടത് ക്രിസ്തീയ സമൂഹത്തെയാണ്. ക്രിസ്തീയ സമൂഹം മനുഷ്യ ലോകത്തെ പുറകോട്ട് കൊണ്ടുവന്ന സമൂഹം തന്നെയാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇനി ചരിത്രത്തിൽ വന്ന അബദ്ധത്തെ അടിസ്ഥാനത്തെ നന്നാക്കിയിട്ട് മാറ്റിത്തിരുത്തുക എന്നല്ലാതെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക, അടിസ്ഥാന തൗഹീദിന്റെ മതത്തിലേക്ക് മടങ്ങാനല്ലാതെ ക്രിസ്തീയ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർവാഹമില്ല. രണ്ട് അബദ്ധങ്ങൾ ക്രിസ്തീയ യൂറോപ്പ് ചെയ്തു. ഒന്ന്, ബൗദ്ധികമായ വളർച്ചകളെ മുഴുവനും അത് തടഞ്ഞു വെച്ചു. വളരെ ചിന്തിക്കണം. ആ കൂട്ടത്തിലാണ് അവര് ബ്രൂണോയെ ചുട്ടുകൊന്നത്. ആ കൂട്ടത്തിലാണ് അവര് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ ഗലീലിയോവിനെ കൽത്തുറുങ്കിൽ അടച്ചത്. ഇതൊക്കെ ലോകത്ത് നിഷേധിക്കാൻ കഴിയാത്ത സത്യങ്ങളാണ്. മതം അങ്ങനെ ചെയ്തു, മതം അങ്ങനെ ചെയ്തു എന്ന് വിളിച്ചു പറയും. ഏത് മതമാണ് അങ്ങനെ ചെയ്തത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ബുദ്ധിയെ ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം, ഒരു വേദഗ്രന്ഥം ലോകത്ത് കാണുക സാധ്യമല്ല. നിങ്ങൾ ചിന്തിക്കുക. വിജ്ഞാനത്തിന്റെ സദസ്സിനെ പറ്റി മുഹമ്മദ് നബി വളരെ ചിന്തിക്കണം. ഇസ്ലാമിനെ കുറിച്ച് മാർക്സ് സൗദി അറേബ്യയിലായിരുന്നു, മാർക്സ് ഹിജാസിൽ ജനിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് കമ്മ്യൂണിസം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്സിനെ ഒരു നിലക്ക് കുറ്റം പറയാൻ എന്റെ ഒരു മനസ്സ് വരണില്ല. കാരണം അയാൾ സാഹചര്യത്തിന് സൃഷ്ടിയ. കാരണം മനുഷ്യനെ രക്ഷപ്പെടുത്തണ്ടേ? ആ രൂപത്തിൽ അക്കാലത്തെ മതമേധാവികൾ, ആരാ മതമേധാവികൾ? മതമേധാവികൾ എന്ന് പറയുമ്പോൾ അക്കാലത്തെ യൂറോപ്പ്, ഇസ്ലാമിക യൂറോപ്പ് തകർന്നു പോയിരുന്നു. പിന്നീട് മതം എന്ന പേരിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനിറ്റിയും ജൂദായിസവും മാത്രമായിരുന്നു. സ്പെയിനിന്റെ പതനമോടുകൂടെ പൂർണ്ണമായി ഇസ്ലാമിക യൂറോപ്പ് തകർന്നു പോയിരുന്നു. ഇസ്ലാമിന്റെ ഒരു വെളിച്ചവും അക്കാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. പള്ളികൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഗ്രന്ഥപ്പുരകൾ മുഴുവനും ടെന്നീസ് കോർട്ടുകളാക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് മനുഷ്യരെ മുഖം വെച്ച് കന്നുകൂട്ടുന്ന മധ്യകാലഘട്ടത്തിലെയും പിന്നീടുള്ള കാലഘട്ടത്തിലുമുള്ള മുതലാളി വർഗങ്ങൾ തഴച്ചു വളർന്നു വരികയും ആ മുതലാളി വർഗങ്ങൾ അഥവാ ക്യാപിറ്റലിസത്തിന്റെ വകഭേദങ്ങൾ മനുഷ്യനെ മുഖം വെച്ച് കന്നുകൂട്ടുകയും മനുഷ്യന് തുച്ഛമായ വരുമാനം കൊടുക്കുകയും നിരപരാധികളെ ആക്രമിക്കപ്പെടുകയും മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ലോകത്തുണ്ടാവുകയും ചെയ്തപ്പോഴാണ് സത്യത്തിൽ അടിസ്ഥാനപരമായി ഈ മാർക്സ് കമ്മ്യൂണിസം എന്ന ഒരു തിയറിയെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. ഒന്നാമതായി അതിന് വന്നിട്ടുള്ള ദൗർബല്യം അത് മതത്തെ പഠിക്കാൻ തയ്യാറായില്ല എന്നാണ്. മതത്തെ പൂർണ്ണമായി അത് പഠിച്ചില്ല. അത് മതമെന്ന പേരിലുള്ള ചില വ്യായാമങ്ങളെയും ചില ചൂഷണങ്ങളെയും മാത്രമാണ് കമ്മ്യൂണിസം മതം എന്ന പേരിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയാൻ അതിന് കഴിയില്ല. ക്രിസ്തീയ യൂറോപ്പ് രണ്ട് അബദ്ധങ്ങൾ ചെയ്തു. ഒന്ന്, ബൗദ്ധിക വളർച്ചയെ തടഞ്ഞു വെച്ചു. ബുദ്ധിപരമായ വികാസം മനുഷ്യർക്ക് നൽകിയില്ല. ക്രിസ്തീയ പാതിരിമാർ ഇന്ന് എന്തൊക്കെ ചെയ്താലും അവർ അടിസ്ഥാനപരമായി ഇതിന് മറുപടി പറയേണ്ടവരാണ്. മനുഷ്യന്റെ ബുദ്ധി വളർച്ചയെ അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ലോകത്തെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസമാണ് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി ഛർദ്ദിച്ചതാ. ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ജൂദായിസത്തിൽ നിന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഭൗതിക വളർച്ചയെ ഇസ്ലാം തടഞ്ഞു വെക്കുന്നില്ല. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദ് നബി നോക്കൂ നിങ്ങൾ, മദീന പള്ളിയിലെ ഒരു വളരെ നിർദ്ദിഷ്ടമായ ഭാഗമാണ് സ്വർഗ്ഗത്ത് പൂന്തോപ്പന്റെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയുള്ള ഭാഗം സ്വർഗ്ഗമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ സ്വർഗ്ഗം എന്ന് പറയുന്നത് വ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. സ്വർഗ്ഗപ്പൂന്തോപ്പ് രണ്ടാമത്തത് ഈ സദസ്സാണ്, വിജ്ഞാനത്തിന്റെയും അന്വേഷണത്തിന്റെയും സദസ്സാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാലത്ത് അന്ന് ഈ മാ ബൈന ഖബരി വ മിംബരി എന്നതിനേക്കാൾ വലിയ അപ്പുറത്ത് മദീന പള്ളി ഉണ്ടായിരുന്നു. ആ മദീന പള്ളി വേറെ ഉണ്ടായിരുന്ന സ്ഥലം, പക്ഷെ അത് സ്വർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഇന്ന് അതിനേക്കാളും വലിയതാ, അതും പറഞ്ഞില്ല. ആകെ ഭൂമിയിലെ സ്വർഗം മാ ബൈന പിന്നെ വിജ്ഞാനത്തിന്റെ സദസ്. എന്താ ഹദീസ് രണ്ടും കൂട്ടിവെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഈ സദസ് വിജ്ഞാനത്തിന്റെയും അന്വേഷണത്തിന്റെയും കണ്ടുപിടുത്തത്തിന്റെയും സദസ്സാണ്. മദീന പള്ളിയിലെ ഒരു റക്അത്തിന് 1000 റക്അത്ത് കൂലി കിട്ടുന്ന മദീന പള്ളിയിലെ മറ്റു ഭാഗങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് അന്വേഷണത്തിന്റെയും വിജ്ഞാനത്തിന്റെയും സദസ്സാണെന്ന് മുഹമ്മദ് നബി. അപ്പൊ ഇത് പഠിക്കാൻ മാർക്സിന് കഴിഞ്ഞില്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ധാരണയും അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് കഷ്ടപ്പെട്ടാൽ, മുതലാളികൾക്ക് കീഴിൽ കഷ്ടപ്പെട്ടാൽ അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്നുള്ള ഒരു തരം വിടുവായത്വം പറഞ്ഞുണ്ടാക്കി ക്രിസ്തീയ യൂറോപ്പ്. അതും വലിയ അപരാധമാണ് അവർ ചെയ്തത്.
അത് വലിയ തിന്മയുള്ള വാക്കാണ് അവർ ചെയ്തത്. എന്നാൽ 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരാൾ തനിക്ക് വേണ്ടി ഒരു തൊഴിൽ ചെയ്താൽ അയാൾക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അയാളുടെ വേതനം കൊടുക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുതലാളിയായാലും തൊഴിലാളിയായാലും ഒരാളെ പരിഗണിക്കാതിരിക്കുമ്പോൾ അതിന്റെ പേരിൽ നിനക്ക് നരകം വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാമിക സിദ്ധാന്തം. അതിനെ ഒരു മതമായി മനസ്സിലാക്കാൻ സത്യത്തിൽ കാറൽ മാർക്സിന് കഴിഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മതത്തെ അയാൾക്ക് മനസ്സിലായില്ല. ക്രിസ്തീയ യൂറോപ്പാണ് അയാളെ സ്വാധീനിച്ചത്. അതാകട്ടെ കേവലം തനി ചൂഷണത്തിന്റെ ഒരു രീതിയായിരുന്നു. ഇതിനെതിരെ കാറൽ മാർക്സ് 2 സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഇന്റർനാഷണൽ മെൻസ് അസോസിയേഷൻ, 2 കമ്മ്യൂണിസ്റ്റ് ലീഗ്. ഈ 2 സംഘടനകൾക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് ലീഗിന് വേണ്ടി 1848 ലണ്ടൻ ലൈബ്രറിയിൽ ഇരുന്ന് കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ഉണ്ടാക്കിയ ഭരണഘടനയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്.